Show that f of z is equal to modulus of z square imaginary part 1 by z not equal to 0 z is equal to 0 is continuous at z is equal to 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം സൊല്യൂഷനിലോട്ട് നോക്കാം. അപ്പോൾ സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യനിലുള്ള എഫ് ഓഫ് ഇസഡിൻ്റെ ഇത്രയും പാർട്ട് അതുപോലെ തന്നെ എടുത്തെഴുതുക. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന കാര്യം മെൻഷൻ ചെയ്യാൻ. അപ്ലൈ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ ഇമാജിനറി പാർട്ട് ബൈ 1 ബൈ ഇസഡ്. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി 1 ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് പ്ലസ് ഐ വൈ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കോൺജുഗേറ്റ് കൊടുക്കുക. കോൺജുഗേറ്റ് എക്സ് മൈനസ് ഐ വൈ ബൈ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് മൈനസ് ഐ വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതുവാണെങ്കിൽ എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഐ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, -1. മൈനസും ഇവിടുത്തെ മൈനസും കൂടെ വരുമ്പോഴത്തേക്ക് എന്ത് വരും, പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇമാജിനറി പാർട്ടിൻ്റെ 1 ബൈ ഇസഡിൻ്റെയാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇതിന് കറക്റ്റ് ഇമാജിനറി പാർട്ട് മാത്രം മതി. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ രണ്ടിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഇമാജിനറി, റിയൽ പാർട്ട് ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ ഇമാജിനറി പാർട്ട് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് കറക്റ്റ് അതിൽ തന്നെ ലിമിറ്റ് കൊടുക്കാമല്ലോ. അപ്പോൾ എങ്ങനെ കൊടുക്കാം, ലിമിറ്റ് ഇസ് എക്സ് ടെൻസ് ടു 0. കാരണം ഇനി നമ്മൾ കൊടുക്കുന്നതെല്ലാം എക്സിൻ്റെ വൈയുടെ ടേമിൽ. അപ്പോൾ എക്സ് ടെൻസ് ടു 0 വൈ ടെൻസ് ടു 0 മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും, ഇത് രണ്ടും കട്ട് ചെയ്ത് പോവും. അപ്പോൾ അടുത്ത് ഉള്ളതിൽ വരുന്നത് എക്സ് ടെൻസ് ടു 0 വൈ ഈസ് ഈക്വൽ ടു എം എക്സ്. ഞാൻ പാത്ത് ചൂസ് ചെയ്തിരിക്കുന്ന എം എക്സ് എന്നാണ്, ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ എഴുതണം. അതിൽ മൈനസ് വൈയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു, മൈനസ് എം എക്സ്. ഓക്കെ, ഇതിൽ തന്നെ ഞാൻ അടുത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എം ഇൻറ്റു എക്സ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. എക്സിന് 0 വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, എനിക്ക് ആൻസർ 0 കിട്ടത്തുള്ളൂ. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എനിക്ക് ആൻസർ 0 ആയിട്ടാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഈസ് യുണീക്ക്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവും. ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് കണ്ടീഷനിലോട്ട് പോകും. സെക്കൻഡ് കണ്ടീഷനിൽ വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് ഇസഡ് നോട്ട് ആണ്. സോ എഫ് ഓഫ് 0 ആയിട്ട് വരും. എഫ് ഓഫ് 0 ആണ്. ഇനി തേർഡ് കണ്ടീഷൻ ഓൾറെഡി എന്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എക്സിസ്റ്റിംഗ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കണ്ടിന്യൂറ്റിയിൽ വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം, അപ്പോൾ നിങ്ങൾ ഹോംവർക്കായിട്ടൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഇതാണ് ഹോംവർക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്തു നോക്കുക. ആദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് ഓഫ് ഇസഡ്, അതുപോലെ തന്നെ 1 മൈനസ് മോഡുലസ് ഓഫ് ഇസഡ്, ഇതൊക്കെ കണ്ടുപിടിച്ചാൽ മതി. ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഏകദേശം ആവും. പിന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ ആൻസറിൻ്റെ കാര്യം കൂടെ പറയാം. നമുക്ക് യുണീക്കായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. കാരണം ക്വസ്റ്റ്യനെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ യൂണിക്കാണെന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം.